നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്ലിക്ക് ടു ലേൺ PSCയുടെ ഇൻഫർമേഷൻ ടെക്നോളജി സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള പ്രാഥമികമായ വിവരങ്ങളാണ്. എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്നും കമ്പ്യൂട്ടറുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നും എന്താണ് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്നും കമ്പ്യൂട്ടറുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്തൊക്കെയാണ് എന്നാണ്. ആദ്യമായി എന്താണ് ഹാർഡ്വെയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്പ്യൂട്ടറുകളുടെ ഭൗതിക ഘടകങ്ങളെയാണ് ഹാർഡ്വെയറുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സിംഗ്, സംഭരണം, ആശയവിനിമയം പോലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ കമ്പ്യൂട്ടറിനെ പ്രാപ്തമാക്കുന്ന ബാഹ്യവും ആന്തരികവുമായ ഉപകരണങ്ങളെയാണ് ഹാർഡ്വെയറുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ വിവരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഹാർഡ്വെയറുകളെ അവയുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് പലതായി തരംതിരിക്കുവാൻ സാധിക്കും. ആദ്യ തരം ഹാർഡ്വെയറുകളാണ് ഇൻപുട്ട് ഹാർഡ്വെയറുകളും ഔട്ട്പുട്ട് ഹാർഡ്വെയറുകളും. എന്താണ് ഇൻപുട്ട് ഹാർഡ്വെയർ, എന്താണ് ഔട്ട്പുട്ട് ഹാർഡ്വെയർ? ഡാറ്റകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രോസസ്സ് ചെയ്യുവാൻ ഉപയോക്താവിൽ നിന്ന് സ്വീകരിക്കുവാൻ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഇൻപുട്ട് ഹാർഡ്വെയറുകൾ. ഇൻപുട്ട് ഡിവൈസുകൾ ഇൻപുട്ട് ചെയ്ത വിവരത്തെ കമ്പ്യൂട്ടറിന് സ്വീകാര്യമായ ബൈനറി കോഡ് രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഉപയോക്താവ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് സ്വീകാര്യമായ രൂപത്തിൽ നൽകുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസുകൾ. പ്രാഥമികമായ ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ടൈപ്പ് റൈറ്റർ പോലുള്ള ഒരു ഡിവൈസാണ് കീബോർഡ്. കമ്പ്യൂട്ടറിലെ കീബോർഡുകളിൽ പ്രധാനമായും 3 തരത്തിലുള്ള കീകളാണ് ഉള്ളത്. അതായത് 3 തരത്തിലുള്ള ഇലക്ട്രോണിക് സ്വിച്ചുകളാണ് കീബോർഡുകളിൽ ഉള്ളത്. അക്ഷരങ്ങളും അക്കങ്ങളും കമ്പ്യൂട്ടറിലേക്ക് നൽകുവാനുള്ള ആൽഫ ന്യൂമറിക് കീകൾ, കോമ, പീരിയഡ്, സെമികോളൻ മുതലായ പങ്ക്ച്വേഷനുകൾ നൽകുവാനുള്ള പങ്ക്ച്വേഷൻ കീകൾ, ക്യാപ്സ് ലോക്ക് കീ, ആരോ കീ, ഫംഗ്ഷൻ കീ മുതലായ സ്പെഷ്യൽ കീകൾ. ഒരു കീബോർഡിൽ ആകെ 12 ഫംഗ്ഷൻ കീകളാണ് ഉള്ളത്. കീബോർഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം, F1 മുതൽ F12 വരെയുള്ള ഫംഗ്ഷൻ കീകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്പെഷ്യൽ കീകളിൽ തന്നെ മറ്റ് 2 തരം കീകൾ കൂടിയുണ്ട്. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് മുതലായ കീകൾ അടങ്ങുന്ന ടോഗിൾ കീകൾ, ഷിഫ്റ്റ്, ആൾട്ട്, കൺട്രോൾ അടങ്ങുന്ന മോഡിഫയർ കീകൾ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീയാണ് സ്പേസ് ബാർ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കീയാണ് കമ്പ്യൂട്ടർ കീബോർഡിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള കീയാണ് എസ്കേപ്പ് കീ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഓരോ കീയും പ്രസ് ചെയ്യുമ്പോൾ ആ കീയിലടങ്ങുന്ന വിവരം ബിറ്റുകളായാണ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്. കമ്പ്യൂട്ടറിലെ കീബോർഡിലെ കീകൾ പ്രസ് ചെയ്യുന്നതിനെ കീ സ്ട്രോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഓരോ കീ സ്ട്രോക്കും നിശ്ചിതമായ ബിറ്റുകളായാണ് കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നത്. ഓരോ കീ സ്ട്രോക്കുകളെയും അതിന് തത്തുല്യമായ ബിറ്റുകളാക്കി മാറ്റുവാനുള്ള സ്റ്റാൻഡേർഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. IBM മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന 8-ബിറ്റ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ് എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസാണ് മൗസ്. കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന പോയിൻറ്റിംഗ് ഡിവൈസാണ് മൗസ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ സ്പീഡിൻ്റെ യൂണിറ്റാണ് മിക്കി. ഡഗ്ലസ് ഏഞ്ചൽബർട്ടാണ് മൗസ് കണ്ടെത്തിയത്. മൗസിന് പകരമായി ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്നത് ടച്ച് പാഡുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മൗസ് പുറത്തിറക്കുന്നത് ആപ്പിൾ കമ്പനിയാണ്. എന്നാൽ മൗസ് ഡെവലപ്പ് ചെയ്ത കമ്പനി സിറോക്സ് പാർക്കാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, മൗസ് അനക്കുമ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ആരോ പോലെ നീങ്ങുന്ന സിമ്പിളിന് പറയുന്നത് കേഴ്സർ എന്നാണ്. പോർട്ടബിൾ കമ്പ്യൂട്ടറുകളായ ലാപ്ടോപ്പ് മുതലായ ഡിവൈസുകളിൽ ഉപയോഗിക്കുന്ന ടച്ച് പാഡുകൾ മൗസിൻ്റെ അതേ കർത്തവ്യം നിറവേറ്റുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്.
ഇപ്പോൾ അധികം വ്യാപകമല്ല എങ്കിലും പഴയ കമ്പ്യൂട്ടറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ട്രാക്ക് ബോളുകൾ. ഒരു ഉറച്ച പ്രതലത്തിൽ ഘടിപ്പിച്ച ഒരു ബോൾ മെക്കാനിസമാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഇൻപുട്ട് ഡിവൈസ് മൗസിൻ്റെ അതേ ഫംഗ്ഷനുകൾ തന്നെയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഗെയിമുകൾ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ജോയ്സ്റ്റിക്കുകൾ. ജോയ്സ്റ്റിക്കുകൾ മെഡിക്കൽ രംഗത്തും ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. അൾട്രാസൗണ്ട് സ്കാനിംഗ് മുതലായ സ്കാനിംഗ് പ്രക്രിയകളിൽ ജോയ്സ്റ്റിക്കുകളുടെ ഉപയോഗം സർവ്വസാധാരണമാണ്. നമ്മൾ എഴുതുന്ന PSC പരീക്ഷയുടെ ആൻസർ ഷീറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് OMR റീഡറുകൾ. ഇതും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. OMR ഒരു അബ്രിവിയേഷനാണ്. ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നാണ് OMRൻ്റെ എക്സ്പാൻഷൻ. ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ എന്നാണ് OMRൻ്റെ എക്സ്പാൻഷൻ. മറ്റൊരു ഇൻപുട്ട് ഡിവൈസാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഡിവൈസുകൾ. ഇവ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകളുള്ള ഡോക്യുമെൻറ്റുകളെ സ്കാൻ ചെയ്ത് മെഷീൻ എൻകോഡഡ് കമ്പ്യൂട്ടർ റീഡബിൾ ടെക്സ്റ്റുകളാക്കി മാറ്റുവാനാണ്. ഇവ നമ്മൾ സ്കാൻ ചെയ്യുന്ന പേജിലെ ലൈറ്റും ഡാർക്കുമായ ഏരിയകൾ അനലൈസ് ചെയ്താണ് അതിലെ അക്ഷരങ്ങളെയും അക്കങ്ങളെയും തിരിച്ചറിയുന്നത്. ചെക്കുകൾ പ്രോസസ്സ് ചെയ്യുവാൻ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് MICR, മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റീഡർ. നമ്മൾ ഷോപ്പിംഗ് മാളുകളിലും മറ്റും ചെല്ലുമ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ കാണുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ബാർകോഡ് റീഡറുകൾ. നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിൻ്റെയും പാക്കറ്റുകളിലെ ബാർകോഡുകൾ ഇവയുപയോഗിച്ച് റീഡ് ചെയ്ത് അതിൻ്റെ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് നൽകി ബില്ല് ചെയ്യുന്ന സംവിധാനം നമ്മൾ ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ കാണുന്നതാണ്. പേപ്പർ ഡോക്യുമെൻറ്റുകളെ ഇമേജുകളാക്കി മാറ്റുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് സ്കാനർ. അതായത് ഇവ പേപ്പർ ഡോക്യുമെൻറ്റുകളെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. നമ്മൾ ഇപ്പോൾ പരിശോധിച്ച ഡിവൈസുകളാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകളെക്കുറിച്ചാണ്. എന്നാൽ ഇൻപുട്ട് ഡിവൈസായും ഔട്ട്പുട്ട് ഡിവൈസായും ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീനുകൾ കമ്പ്യൂട്ടർ ഡിവൈസിൽ വന്നതോടുകൂടി പല ഇൻപുട്ട് ഡിവൈസുകളുടെയും ആവശ്യം തന്നെ ഇല്ലാതെ വന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഡിവൈസാണ് മോണിറ്റർ. പഴയ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകളെ മോണോക്രോം മോണിറ്ററുകൾ എന്നാണ് വിളിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകൾക്ക് ശേഷം പിന്നീട് വന്ന മോണിറ്ററുകളാണ് CRT മോണിറ്ററുകൾ. CRT എന്നാൽ കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ. എന്നാൽ അതിനുശേഷം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന TFT LCD, OLED മുതലായ പുതിയ തരം മോണിറ്ററുകൾ വിപണിയിൽ ലഭ്യമാണ്. TFT LCD എന്നാൽ തിൻ ഫിലിം ട്രാൻസ്മിറ്റർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. OLED എന്നാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. മോണിറ്ററുകളുടെ റെസല്യൂഷൻ അവയിലെ പിക്സലുകളുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന പിക്ചറുകളുടെ നിയന്ത്രിതമായ ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സലുകൾ. പിക്സൽ എന്നത് പിക്ചർ എലമെൻറ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഒരു ചെറിയ വസ്തുവിനെ വ്യക്തമായി ഒരു സെൻസറിന് നിരീക്ഷിക്കാൻ സാധിക്കുന്ന കഴിവിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. പിക്സലുകളുടെ വലിപ്പത്തിനനുസരിച്ച് റെസല്യൂഷനിലും മാറ്റമുണ്ടാകും. ചെറിയ പിക്സലുകളുള്ള ഇമേജുകൾക്ക് കൂടിയ റെസല്യൂഷൻ ഉണ്ടാകും. എന്നാൽ കൂടിയ റെസല്യൂഷനുള്ള പിക്ചറുകൾ ഡിസ്കിലെ കൂടുതൽ മെമ്മറി സ്പേസ് ഉപയോഗിക്കും. മറ്റൊരു പ്രധാന ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി എന്നീ വിഷയങ്ങളിലെ ഹാർഡ് കോപ്പി പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് പ്രിൻ്റർ. പ്രിൻ്ററുകളെ പ്രധാനമായും രണ്ടായാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻ്റർ, രണ്ട് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ പേപ്പറുകളിൽ പ്രിൻറ്റിംഗ് ഹെഡ് അമർന്ന് മഷി പേപ്പറിൽ പറ്റിയാണ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളിൽ പ്രിൻറ്റിംഗ് ഹെഡുകൾ പേപ്പറിൽ തൊടുന്നില്ല. ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണമാണ് ഡോട്ട് മെട്രിക്സ്, ഡ്രം, ലൈൻ, ചെയിൻ,
ക്യാരക്ടർ, ഡെയ്സി വീൽ മുതലായ പ്രിൻ്ററുകൾ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണങ്ങളാണ് ലേസർ, ഇങ്ക്ജെറ്റ് മുതലായ പ്രിൻ്ററുകൾ. എഞ്ചിനീയറിംഗ് മേഖലയിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്ലോട്ടർ. പ്ലോട്ടറുകൾ പ്രധാനമായും 2 തരത്തിലാണ് ഉള്ളത്. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുകളും ഡ്രം പ്ലോട്ടറുകളുമാണ് ഇവ. പ്ലോട്ടറുകളിൽ യന്ത്രവൽകൃതമായ പേനകൾ പേപ്പറുകളിൽ ചിത്രം വരയ്ക്കുകയും അത്തരം ചിത്രങ്ങൾ പ്ലാനുകളും സ്കെച്ചുകളുമൊക്കെയായി മാറുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഒരു പരന്ന പ്രതലത്തിൽ പേപ്പർ വയ്ക്കുകയും അതിൽ യന്ത്രവൽകൃത പേനകൾ ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുകളിൽ ചെയ്യുന്നത്. ഡ്രമ്മിനൊപ്പം ലംബമായി പേപ്പർ നീങ്ങുകയും തിരശ്ചീനമായി വശങ്ങളിലേക്ക് പേനകൾ നീങ്ങുകയും ചെയ്യുന്ന പ്ലോട്ടറുകളാണ് ഡ്രം പ്ലോട്ടറുകൾ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെക്കുറിച്ചാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് നന്നായി പഠിച്ചതിന് ശേഷം പിൻ ചെയ്തിരിക്കുന്ന ആദ്യ കമൻറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ MCQ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഹാപ്പി ലേണിംഗ്.